ഓൾ വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കൽപ്പാത്തി എന്ന് പറഞ്ഞ പാലക്കാട്ടിലെ ഒരു ഹെറിറ്റേജ് ഗ്രാമത്തെയാണ്. സോ ഇവിടെ ഒരു ഉത്സവം നടക്കാറുണ്ട് വർഷത്തിൽ. നവംബർ ഒരു 3rd 4th ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. 16th 17th ഒക്കെ കൂടിയിട്ട് അവസാനിക്കും. എല്ലാ വർഷവും ഉണ്ടാവും. അതാണ് നമ്മളുടെ കൽപ്പാത്തി രഥോത്സവം. ഓക്കെ, അപ്പോൾ ഇത്തവണ ഞാൻ രഥോത്സവം നാളിൽ പോകാൻ പറ്റിയില്ല. പക്ഷേ അവിടെ നിന്ന് ഒരു 10 ദിവസം മുൻപ് തൊട്ട് തന്നെ അവിടെ ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് കേട്ടോ. അവിടെ പൂജയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ ആ ഒരു 2 ദിവസം നമ്മൾ ചെന്ന് തൊഴാനായിട്ട് പോയിരുന്നു. അപ്പോൾ ഈ എല്ലാ വർഷവും ഞാൻ തേരും കാര്യങ്ങളൊക്കെയാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തവണ ഞാൻ വന്നിട്ട് ചെറിയൊരു സ്പെഷ്യാലിറ്റീസ്, അതായത് കൽപ്പാത്തിയിൽ എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ട് കിട്ടുന്നത് ഫുഡ് ഐറ്റംസ്, ഓക്കെ, അതാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ കൽപ്പാത്തിയിൽ എൻ്റർ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് കണ്ടൻസ് കാപ്പി എന്ന് പറഞ്ഞിട്ടൊരു കോഫി ഷോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെന്നത് അവിടെയാണ്. ഓക്കെ, അപ്പോൾ കൽപ്പാത്തിയിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ, വേപ്പില കട്ടി എന്ന് പറയും. അപ്പോൾ ഇതൊരു കിടു സാധനമാണ് കേട്ടോ. അതായത് നമുക്ക് അവരെന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങയുടെ ഇലയും പിന്നെ പുളി അങ്ങനെ എന്തൊക്കെയോ മസാലാസൊക്കെ ചേർത്തിട്ടാണ് അവരൊരു ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഫുള്ളായിട്ട് അറിഞ്ഞുകൂടാ. ഇത് നമ്മൾക്ക് എന്താ പറയുക, ഇതിൻ്റെ കൂടെയൊക്കെ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കേർഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടു സാധനമാണ്. എസ്പെഷ്യലി പനിയൊക്കെ വരുമ്പോഴല്ലേ നമുക്ക് ആ ചോറ് ഇറങ്ങി പോകുന്നത് അറിയില്ല. അത്ര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ് വേപ്പില കട്ടി. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ മിസ് ചെയ്യരുത്. കൽപ്പാത്തി പോകുന്നവർ വേപ്പില കട്ടി തീർച്ചയായിട്ടും വാങ്ങിയിരിക്കണം. ഒരു തവണ വാങ്ങിയാൽ നിങ്ങൾ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ചോദിച്ച് തന്നെ മേടിക്കും കേട്ടോ. അവിടെ സ്നാക്സ് എല്ലാം ഉണ്ട്, സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ വേറെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഇപ്പോൾ കാണിക്കാം. അപ്പോൾ ഇത് വന്നിട്ട് നമ്മളുടെ കയ്പ്പ് നാരങ്ങയാണെന്ന് കേട്ടോ അവർ പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. കയ്പ്പ് നാരങ്ങ കുറച്ച് തിക്കായിരിക്കും. നാരങ്ങയുടെ സ്കിന്ന് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആയിരിക്കും കേട്ടോ അതിൻ്റെ കളറ് വന്നിട്ട്. അപ്പോൾ ഇത് ഒരു അവർ ഈ എന്താ പറയുക, നമ്മൾ അച്ചാറുണ്ടാക്കി ചിലപ്പോൾ ഈ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അവരുടെ ആ കൂട്ട് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. മഞ്ഞപ്പൊടി ഉപ്പൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ഇല്ലേ, അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ബുള്ളറ്റ് പോകുന്ന പോലെ എന്ന് പറയുന്ന പോലെയാണ് ഭക്ഷണം. അങ്ങനെയാണ്, അത്രയും ടേസ്റ്റി സാധനമാണ് കേട്ടോ. അപ്പോൾ അതും വാങ്ങിക്കോളൂ നെക്സ്റ്റ് ടൈം. അത്രയും ഗ്യാരണ്ടി ഞാൻ തരുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്. ഇത് വന്നിട്ട് മസാല സോഡ. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ആണ്. കൽപ്പാത്തിയിൽ നമ്മൾ വെറുതെ ആ വഴി പോവുകയാണെന്നുണ്ടെങ്കിലും മസാല സോഡ ട്രൈ ചെയ്യാതെ എൻ്റെ ഹസ്ബൻഡ് പോവില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ഇൻ കൽപ്പാത്തി. അപ്പോൾ കുറേ ടയേർഡായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്കില്ലേ ഇതൊരു എനർജി ഗിവിങ് ഡ്രിങ്ക് ആണ് കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, മോരിൽ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് റെഡിമെയ്ഡായിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട്. അത് സോഡയിൽ മിക്സ് ചെയ്യുക, അതാണ് സംഭവം. മോരല്ലേ ഇത്? അത് സോഡയിൽ മിക്സ് ചെയ്യും അല്ലേ? അപ്പോൾ എല്ലാവരും മസാല സോഡ ഒന്ന് ട്രൈ ചെയ്തോളൂ കൽപ്പാത്തി പോകുമ്പോൾ. ഓക്കെ, ഇനി നമ്മളുടെ പൊന്നുമാമിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പൊന്നുമാമിയുടെ സ്പെഷ്യൽ അച്ചാർ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ ഒന്ന് ചെന്ന് കാണൂ കേട്ടോ. അപ്പോൾ പൊന്നുമാമിയുടെ വീട്ടിൽ എന്തൊക്കെ ഐറ്റംസാണ് പൊന്നുമാമി പ്രിപ്പയർ ചെയ്യണമെന്നുള്ളതൊക്കെ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ വേപ്പില കട്ടി, അതുപോലെയുള്ള കടുമാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, പിന്നെ എന്താ കുരുമുളക്, നമ്മൾ ഈ പറഞ്ഞ പോലെ നാരങ്ങയിലൊക്കെ ഇട്ടിട്ടോ, പച്ച കുരുമുളക്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പൊന്നുമാമിയുടെ സ്പെഷ്യൽ അച്ചാറിനെ കുറിച്ച് മാത്രം ഞാൻ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിൽ ചെന്ന് ആ ഒരു വീഡിയോ കാണണേ. അപ്പോൾ കൽപ്പാത്തിയിലെ മെയിൻ ആയിട്ടുള്ള സ്പെഷ്യൽ വിഭവങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇനിയും താമരത്തണ്ട് പോലെയുള്ള വറ്റൽ അതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതൊക്കെ ഈ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ ഈ സജസ്റ്റ് ചെയ്ത 3 കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ടൈം കൽപ്പാത്തി പോകുമ്പോൾ പൊന്നുമാമിയുടെ വീട്ടിലും കണ്ണൻസ് കാപ്പി ഹൗസിലും അതുപോലെ മസാല സോഡയൊക്കെ ട്രൈ ചെയ്യുക. അഭിപ്രായം എന്നോട് പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് വിത്ത് അനദർ വീഡിയോ. ടിൽ ദെൻ സ്റ്റേ ട്യൂൺ. ബൈ ബൈ. അപ്പോൾ ചേട്ടാ, താങ്ക് യു ചേട്ടാ.